ഹായ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വർഷം 1956 ബ്രിട്ടീഷ് പ്രൈം മിനിസ്റ്ററായിട്ടുണ്ടായിരുന്ന ക്ലെമന്റ് അറ്റ്ലി ഇന്ത്യ സന്ദർശിക്കുന്ന ഒരു സാഹചര്യത്തിൽ അദ്ദേഹത്തോടൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകാൻ നിങ്ങൾ ഇടയായിട്ടുള്ള കാര്യം എന്താണ്? അല്ലെങ്കിൽ 1942 ക്വിറ്റ് ഇന്ത്യ സമരം നടക്കുന്നു, പിന്നീട് കാര്യമായിട്ടുള്ള പ്രക്ഷോഭങ്ങളൊന്നും ഉണ്ടായിട്ടില്ല, എന്നിട്ടും പിന്നെ എന്തുകൊണ്ട് നിങ്ങൾക്ക് ഈ സമയത്ത് സ്വാതന്ത്ര്യം നൽകേണ്ടതായിട്ട് വരുന്നു എന്നുള്ളത്. അപ്പോൾ അതിന് അദ്ദേഹം കൊടുക്കുന്ന മറുപടി എന്ന് പറയുന്നത് ആസാദ് ഹിന്ദ് ഫൗജിൻ്റെ പ്രവർത്തനങ്ങളും സുഭാഷ് ചന്ദ്രബോസിനെ കുറിച്ചുമാണ്. നമ്മുടെ കഥ ആരംഭിക്കുന്നത് വർഷം 1897 നേതാജി സുഭാഷ് ചന്ദ്രബോസിൻ്റെ ജനനത്തോടു കൂടിയാണ്. അന്ന് ആ കാലഘട്ടം എന്ന് പറയുന്നത് ബ്രിട്ടീഷുകാർ ഇന്ത്യനെ അടക്കി ഭരിച്ചുകൊണ്ടിരുന്നൊരു കാലഘട്ടമാണ്. അതിൽ ഒരു സൈഡിൽ ലക്ഷക്കണക്കിന് ആൾക്കാർ ഇവിടെ പട്ടിണി കിടന്ന് മരിക്കുന്ന സമയത്ത് ഈ രാജ്യത്തുണ്ടാക്കുന്ന എല്ലാ വസ്തുക്കളും ബ്രിട്ടനിലേക്ക് കയറ്റി അയച്ചുകൊണ്ട് ബ്രിട്ടീഷുകാർ അതിസമ്പന്നമായിട്ട് ജീവിക്കുകയും ചെയ്യുന്നു. അന്ന് ഇന്ത്യയിൽ വളരെ ചുരുക്കം ചില കുടുംബങ്ങൾ മാത്രമേ സാമ്പത്തികമായിട്ട് മുന്നോട്ട് നിൽക്കുന്നുള്ളൂ. ഫോർച്ചുനേറ്റ്ലി നമ്മുടെ സുഭാഷ് ചന്ദ്രബോസ് ജനിക്കുന്നത് ഇങ്ങനെ സാമ്പത്തികമായിട്ട് മുന്നോട്ട് നിൽക്കുന്ന ഒരു കുടുംബത്തിലാണ്. അങ്ങനെ കുട്ടിയായിരുന്ന നമ്മുടെ സുഭാഷ് ചന്ദ്രബോസ് വളർന്ന് വലുതാകുകയും അദ്ദേഹം വളരും തോറും ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ കാണിച്ചു കൂട്ടുന്ന ഈ അട്രോസിറ്റീസിനെ കുറിച്ചൊക്കെ അദ്ദേഹം കൂടുതൽ കൺസേൺ ആകുകയും ചെയ്യുന്നു. അങ്ങനെ അദ്ദേഹം ചിന്തിക്കുന്നു, എത്ര ധിക്കാരമുണ്ടായിട്ടാണ് ഇവർ നമ്മുടെ മാതൃരാജ്യത്തിലേക്ക് വരുന്നതെന്നും ആ രാജ്യത്ത് വന്നിട്ട് ഹോട്ടലുകൾക്ക് മുന്നിൽ ഇവർ പട്ടികൾക്കും ഇന്ത്യക്കാർക്കും പ്രവേശനമില്ല എന്ന് എഴുതി വെക്കണമെങ്കിൽ ഇവർ അത്ര നാണമില്ലാത്ത വർഗ്ഗമാണ് എന്നുള്ള കാര്യം വളരെ പേഴ്സണലി തന്നെ നമ്മുടെ സുഭാഷ് ചന്ദ്രബോസ് എടുക്കുന്നു. അങ്ങനെ ഒരു ദിവസം ഇദ്ദേഹം പഠിച്ചുകൊണ്ടിരുന്ന പ്രസിഡൻസി കോളേജിൽ ഒരു പ്രൊഫസർ ഒരു ഇന്ത്യക്കാരനായിട്ടുള്ള യുവാവിനെ വളരെ മോശമായിട്ട് ഇൻസൾട്ട് ചെയ്യുന്നു. അപ്പോൾ ഇത് കാണുന്ന സുഭാഷ് ചന്ദ്രബോസ് നേരെ പോയിട്ട് പ്രൊഫസറെ പിടിച്ച് നല്ല കൂമ്പിന് ഇടി വെച്ച് കൊടുക്കുന്നു. അപ്പോൾ ഈ ഒരു സംഭവം കൂടി ആകുന്നതോടുകൂടി ഇദ്ദേഹത്തെ പ്രസിഡൻസി കോളേജിൽ നിന്ന് പുറത്താക്കുകയും ഇദ്ദേഹത്തിൻ്റെ പിതാവ് ഇദ്ദേഹത്തിനെ ലണ്ടനിൽ ICS അല്ലെങ്കിൽ ഇന്ത്യൻ സിവിൽ സർവീസ് പഠിപ്പിക്കുവാനായിട്ട് വിദേശത്തേക്ക് അയക്കുകയും ചെയ്യുന്നു. ICS എന്നാൽ ഇന്ത്യൻ സിവിൽ സർവീസ് എക്സാം എന്നാണ്. അന്ന് ആ കാലഘട്ടത്തിൽ ലോകത്തിൽ നിലനിന്നിരുന്ന ഏറ്റവും ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു എക്സാമാണ് ICS എന്ന് പറയുന്നത്. ലോകത്തിലെ അതിബുദ്ധിമാന്മാരായിട്ടുള്ള വിദ്യാർത്ഥികൾ കൂടെ ലണ്ടനിൽ ചെന്നിട്ട് 2 വർഷമോ അതിലധികമോ വർഷം സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ കൂടെ ഈ എക്സാം സാധാരണയായിട്ട് അവർ പാസ്സാകാറില്ല. അങ്ങനെ നമ്മുടെ ലണ്ടനിലെത്തുന്ന സുഭാഷ് ചന്ദ്രബോസ് ബ്രിട്ടീഷുകാരെ കൂടെ അതിശയിപ്പിച്ചുകൊണ്ട് വെറും 6 മാസം കൊണ്ട് ഈ എക്സാം പാസ്സാകുന്നു. അതിനുശേഷം ഇദ്ദേഹത്തിന് നല്ലൊരു ജോലി ലഭിക്കുകയും എന്നാൽ കിട്ടിയ ജോലി വലിച്ചെറിഞ്ഞുകൊണ്ട് താൻ കഷ്ടപ്പെട്ട് പഠിച്ച ICS തനിക്ക് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം മാതൃരാജ്യത്തേക്ക് തിരിച്ചു പോരുന്നു. അതിന് കാരണമായിട്ട് ഇദ്ദേഹം പറയുന്നത് തൻ്റെ മാതൃരാജ്യം കേണ് കരയുന്ന സമയത്ത് തൻ്റെ ജനങ്ങൾ ഇത്രയും പത്തറ്റിംഗ് ആയിട്ടുള്ളൊരു സിറ്റുവേഷനിലോട്ട് കടന്നു പോകുന്ന സമയത്ത് തൻ്റെ ആവശ്യമുള്ളത് തൻ്റെ മാതൃരാജ്യത്തിനാണെന്നും അങ്ങനെ അദ്ദേഹം ലണ്ടനിൽ നിന്നും ഇന്ത്യയിലേക്ക് തിരിച്ചു വരികയും ഗാന്ധിജിയുമായിട്ട് ചേർന്ന് നേതാജിയുടെ പ്രവർത്തനങ്ങൾ ഇന്ത്യയിൽ ആരംഭിക്കുകയും ചെയ്യുന്നു. നമുക്കറിയാം, നേതാജി എന്ന് പറയുന്നത് വളരെ കരിഷ്മാറ്റിക്കും വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ളൊരു പേഴ്സണാലിറ്റിയാണ്. അതുകൊണ്ട് തന്നെ കോൺഗ്രസിൻ്റെ ഏണിപ്പടികളെല്ലാം വേഗത്തിൽ തന്നെ ചാടി കടന്നുകൊണ്ട് അദ്ദേഹം അതിൻ്റെ തലപ്പത്തിലേക്ക് വളരെ അസാമാന്യം വേഗത്തിലെത്തുന്നു. ഒരു ഉദാഹരണത്തിന് അതെത്ര വേഗത്തിലാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റണമെങ്കിൽ 1939 കോൺഗ്രസിൽ ഇലക്ഷൻ നടക്കുന്ന സമയത്ത് മഹാത്മാഗാന്ധിയുടെ ഒഫീഷ്യൽ കാൻഡിഡേറ്റിനെ വരെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് സുഭാഷ് ചന്ദ്രബോസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നത്. ഇപ്പോൾ നമ്മൾ ഗാന്ധിയായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് സുഭാഷ് ചന്ദ്രബോസും മഹാത്മാഗാന്ധിക്കും ഇടയിൽ ഐഡിയോളജികളിൽ ഒത്തിരി ഡിഫറൻസ് ഉണ്ട്. മഹാത്മാഗാന്ധി എന്ന് പറയുന്നത് സ്വാതന്ത്ര്യം നമുക്ക് നോൺ വയലൻസിലൂടെ മേടിച്ചെടുക്കാം എന്ന് പറയുന്ന സമയത്ത് സുഭാഷ് ചന്ദ്രബോസ് പറയുന്നത് സ്വാതന്ത്ര്യം സംതിങ് എരന്ന് മേടിക്കേണ്ട ഒന്നല്ല, അത് ഫൈറ്റ് ചെയ്ത് പിടിച്ചെടുക്കേണ്ട ഒന്നാണ് എന്നുള്ള രീതിയിലാണ്. അങ്ങനെ ഈ ഒരു ഐഡിയോളജിക്കൽ ഡിഫറൻസ് കാരണം കോൺഗ്രസ് താൻ വിചാരിക്കുന്ന പാതയിലേക്ക് ഗാന്ധിജീനെ ലംഘിച്ചുകൊണ്ട് വരില്ല എന്ന് മനസ്സിലാക്കുന്ന നേതാജി പ്രസിഡന്റ് ആയിരുന്നിട്ട് കൂടെ ആ സ്ഥാനം രാജിവെച്ചുകൊണ്ട് കോൺഗ്രസിന് പുറത്തു വരികയും അദ്ദേഹം ഒരു ലോൺ വോൾഫിനെ പോലെ ഒറ്റയ്ക്ക് തൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും ചെയ്യുന്നു. ഇവിടെ നിന്നുമാണ് നമ്മുടെ സുഭാഷ് ചന്ദ്രബോസിൻ്റെ ഹിസ്റ്റോറിക് ജേർണി ആരംഭിക്കുന്നത്. ഈ സമയം എന്ന് പറയുന്നത് 2ാം ലോകമഹായുദ്ധം നടക്കുന്ന സമയമാണ്. ഒരു സൈഡിൽ നോക്കുകയാണെങ്കിൽ യൂറോപ്പിനെ മുഴുവൻ വിറപ്പിച്ചുകൊണ്ട് ഹിറ്റ്ലറും മറ്റേ സൈഡിൽ ഏഷ്യയിൽ വളരെ ആധിപത്യം സ്ഥാപിച്ചിരിക്കുന്ന ജപ്പാനും. ഹിറ്റ്ലർ അത്രയും ഡാമേജസ് ബ്രിട്ടീഷുകാർക്ക് ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. ബ്രിട്ടീഷ് കോളനികൾ മാത്രമല്ല സ്വന്തം രാജ്യം കൂടെ നഷ്ടപ്പെടുമെന്നുള്ള അവസ്ഥയിൽ ബ്രിട്ടൻ എത്തുന്നുണ്ട്. അപ്പോൾ ഇതിലൊരു ഓപ്പർച്യൂണിറ്റി കണ്ടെത്തുന്ന നേതാജി ബ്രിട്ടീഷ് ആർമിയിൽ അന്ന് ഇന്ത്യയിൽ നോക്കുകയാണെങ്കിൽ ഏകദേശം 40,000-ഓളം ബ്രിട്ടീഷ് പട്ടാളക്കാരുള്ള സമയത്ത് 25 ലക്ഷം പട്ടാളക്കാർ എന്ന് പറയുന്നത് ഇന്ത്യൻസ് ആയിരുന്നു. അങ്ങനെ ഏതെങ്കിലും രീതിയിൽ ഈ 25 ലക്ഷം പട്ടാളക്കാരെ കൂടെ നിർത്തുവാൻ സാധിച്ചു കഴിഞ്ഞാൽ ബ്രിട്ടീഷുകാർക്ക് ഇന്ത്യ വിട്ട് തിരിച്ച് പോവുകയല്ലാതെ മറ്റ് മാർഗ്ഗങ്ങളില്ല എന്ന് നേതാജി മനസ്സിലാക്കുന്നു. എന്നാൽ ഇത് എങ്ങനെ സാധിച്ചെടുക്കും എന്നുള്ളതായിരുന്നു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. അങ്ങനെ ഇരിക്കെ 1941 ജാനുവരി 17 ഒരു പത്താൻ വേഷത്തിൽ നേതാജി അഫ്ഗാനിസ്ഥാനിലെത്തുകയും അവിടെ നിന്ന് റഷ്യയിലേക്ക് പോവുകയും പിന്നീട് ജർമ്മനിയിൽ എത്തിച്ചേരുകയും ചെയ്യുന്നു. എന്നാൽ ഈ സമയം ഹിറ്റ്ലർക്ക് യാതൊരു തരത്തിലുള്ള സഹായങ്ങൾ ചെയ്യാൻ പറ്റുന്നൊരു സാഹചര്യം അദ്ദേഹത്തിന് അന്ന് ഉണ്ടായിരുന്നില്ല.
അങ്ങനെ അത് കഴിഞ്ഞിട്ട് നേതാജി ജപ്പാനിലെത്തുകയും അവിടെ ബാറ്റിൽ ഓഫ് സിംഗപ്പൂരിൽ വെച്ച് 10,000 ജാപ്പനീസ് പട്ടാളക്കാർ 64,000 വരുന്ന ബ്രിട്ടീഷ് പട്ടാളക്കാർ പിടിച്ചെടുക്കുന്നുണ്ട്. അതിലേകദേശം 40,000 വ്യക്തികളെന്ന് പറയുന്നത് ഇന്ത്യൻസ് ആയിരുന്നു. അങ്ങനെ ഈ ഇന്ത്യക്കാരെ ഉപയോഗിച്ചുകൊണ്ട് ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടാൻ തീരുമാനിക്കുകയും അങ്ങനെ ക്യാപ്റ്റൻ മോഹൻ സിംഗിനെ ഇൻചാർജ് ആക്കിക്കൊണ്ട് പുതിയൊരു റെജിമെൻറ്റ് തുടങ്ങുകയും അതിനെ ഇന്ത്യൻ നാഷണൽ ആർമി അല്ലെങ്കിൽ ആസാദ് ഹിന്ദ് ഫൗജ് എന്ന പേരിൽ വിളിക്കുകയും ചെയ്തു. പക്ഷേ ഈ ഒരു സമയമാകുമ്പോഴേക്കുമൊക്കെ എല്ലാ പട്ടാളക്കാർക്കും അവരുടെ മോട്ടിവേഷൻ നഷ്ടപ്പെട്ടു പോവുകയും തങ്ങളെ എല്ലാവരും മാറി മാറി ഉപയോഗിക്കുകയാണ് എന്നുള്ള ചിന്ത വരികയൊക്കെ ചെയ്യുന്നു. അങ്ങനെ 1943 ആകുന്നതോടുകൂടി നേതാവ് സുഭാഷ് ചന്ദ്രബോസ് ആസാദ് ഹിന്ദ് ഫൗജിൻ്റെ പ്രവർത്തനങ്ങൾ അല്ലെ അതിൻ്റെ നിയന്ത്രണം ഏറ്റെടുക്കുകയും വലിയ ഐക്കോണിക് ആയിട്ടുള്ള പല സ്പീച്ചസുകൾ നടത്തുകയും ഈ പട്ടാളക്കാർക്കെല്ലാം നഷ്ടപ്പെട്ടു പോയ ഊർജം പകർന്നു കൊടുക്കുകയും ചെയ്യുന്നു. അങ്ങനെ മാനസികമായും തയ്യാറാകുന്നതോടുകൂടി ഈ 40,000 വരുന്ന പട്ടാളക്കാർ 3 ഇൻക്രെഡിബിൾ ആയിട്ടുള്ള കമാൻഡേഴ്സിൻ്റെ പിൻബലത്തിൽ ക്യാപ്റ്റൻ പ്രേംകുമാർ സാഗൽ, ഷാനവാസ് ഖാൻ, ഗുബാർ ഈ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടാൻ തയ്യാറാകുകയും അങ്ങനെ ഇവർ ആദ്യം സിംഗപ്പൂരിലെത്തുകയും അവിടെ നിന്ന് മ്യാൻമാറും പിന്നീട് കൊഹിമയും എത്തിച്ചേരുന്നു. അവിടെ നിന്ന് ഇൻപാലിലെത്തുന്നതോടുകൂടി പിന്നീട് രണ്ട് സൈഡിലും നിൽക്കുന്നത് ഇന്ത്യക്കാരാണ്. അൾട്ടിമേറ്റ്ലി ഇവർ പരസ്പരം പോരാടാൻ തുടങ്ങുകയും പക്ഷെ നിർഭാഗ്യവശാൽ ആസാദ് ഹിന്ദ് ഫൗജ് അവസാനത്തിൽ പരാജയപ്പെട്ടു പോവുകയും പിന്നീട് കുറച്ച് കഴിയുന്ന സമയത്തോടുകൂടി നേതാജി സുഭാഷ് ചന്ദ്രബോസ് ഒരു വിമാനത്തിൽ മരണമടയപ്പെട്ടു എന്നുള്ള വാർത്തയും പരക്കുന്നു. അങ്ങനെ ഇങ്ങനൊരു വലിയ ലെജൻഡ് മരണമടയുന്നതോടുകൂടി തന്നെ പല കാര്യങ്ങളും സംഭവിക്കുന്നു. ഈ പോയിന്റ് വരെ ഇന്ത്യൻ നാഷണൽ ആർമിയുടെ പുറകിൽ സുഭാഷ് ചന്ദ്രബോസ് ആയിരുന്നു എന്നോ അവർ ജാപ്പനീസ് ഫോഴ്സിന് വേണ്ടിയല്ല ഇന്ത്യ എന്ന രാജ്യത്തെ സ്വതന്ത്രമാക്കാനാണ് വരുന്നത് എന്നോ ആരും മനസ്സിലാക്കിയിരുന്നില്ല. കാരണം ബ്രിട്ടീഷുകാർ പത്രങ്ങൾക്ക് മേലിൽ അത്രമാത്രം സെൻസർഷിപ്പുകൾ ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. താങ്കളെ രക്ഷിക്കുവാൻ ഒരു ആർമി വരുന്നുണ്ട് എന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ പട്ടാളക്കാർക്കിടയിലും ജനങ്ങൾക്കിടയിലും ഉണ്ടാകുന്ന റെബല്യൻ താങ്കളെ കൊണ്ട് കൺട്രോൾ ചെയ്ത് നിർത്തുവാൻ സാധിക്കുകയില്ല എന്ന് ബ്രിട്ടീഷുകാർക്ക് നന്നായിട്ട് അറിയാമായിരുന്നു. പക്ഷേ കാര്യങ്ങളെല്ലാം കയ്യിൽ നിന്ന് പോകുന്നത് ബ്രിട്ടീഷുകാർ കാണിക്കുന്നൊരു സൈക്കോളജിക്കൽ അറ്റാക്കിലാണ്. ബ്രിട്ടീഷുകാർക്കെതിരെ റിവോൾട്ട് നടത്തി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും എന്ന് കാണിക്കുവാനായിട്ട് ഒരു പബ്ലിക് ട്രയൽ നടത്തുവാനായിട്ട് ബ്രിട്ടീഷുകാർ തീരുമാനിക്കുന്നു. അങ്ങനെ റെഡ് ഫോർട്ട് ട്രയൽ നടക്കുകയും 3 വ്യത്യസ്ത മതത്തിലുണ്ടായിരുന്ന കമാൻഡേഴ്സിനെ പബ്ലിക്കായിട്ട് തൂക്കിക്കൊല്ലാൻ തീരുമാനിക്കുകയും ചെയ്യുന്നു. എന്നിട്ട് ബ്രിട്ടീഷുകാർ ഇതിന് വളരെ വലിയ രീതിയിൽ അഡ്വർട്ടൈസ് ചെയ്യുന്നു. താങ്കൾക്കെതിരെ പ്രതികരിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും ഉണ്ടാവുക എന്ന് ജനങ്ങളെ കാണിക്കാനായിട്ട്. എന്നാൽ ഇത് നടക്കുന്നതോടുകൂടി കാര്യങ്ങൾ കൈവിട്ടു പോവുകയും ജനങ്ങൾ തെരുവിലേക്ക് ഇറങ്ങുകയും ബ്രിട്ടീഷ് പട്ടാളക്കാരെ കൈകാര്യം ചെയ്യുകയും ചെയ്യുന്നു. പിന്നീട് നേവിയിലുണ്ടായിരുന്ന ഇന്ത്യൻ പട്ടാളക്കാർ നേതാജിയുടെ ഫോട്ടോയും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് വലിയ പ്രക്ഷോഭങ്ങൾ നടത്തുകയും അതിന് നമ്മൾ 1946 റോയൽ നേവൽ മ്യൂട്ടിനി എന്ന് പറയും. വലിയ രീതിയിലുള്ള പ്രക്ഷോഭങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അങ്ങനെ ഇതും കൂടെ നടക്കുന്നതോടെ ഇനി ജനങ്ങളും പട്ടാളക്കാരും താങ്കൾ പറയുന്നിടത്ത് നിൽക്കുകയില്ല എന്ന് മനസ്സിലാകുന്ന ബ്രിട്ടീഷുകാർ അവരുടെ പോളിസീസിൽ വലിയ രീതിയിലുള്ള മാറ്റം വരികയും പിന്നീട് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്ന നമുക്കറിയാവുന്ന ചരിത്രം അത് ഗാന്ധിയുടെയും കോൺഗ്രസിൻ്റെയും വരുന്ന നോൺ വയലൻസിൻ്റെ ഒരു ഹിസ്റ്ററിയും പിന്നീട് ഈ ഒരു കാര്യം കൂടി ആകുന്നതോടുകൂടി ബ്രിട്ടീഷുകാർക്ക് ഇന്ത്യയിലേക്ക് ക്യാബിനറ്റ് മിഷൻ പ്ലാനെ അയക്കുകയല്ലാതെ വേറെ മാർഗ്ഗങ്ങളൊന്നുമില്ലാത്ത രീതിയിലേക്ക് ബ്രിട്ടീഷുകാർ എത്തിവിട്ടുന്നു. കാരണം ഇന്ത്യൻ പട്ടാളക്കാരും ജനങ്ങളും വലിയ രീതിയിൽ ഇവർക്ക് എതിരാകുന്നുണ്ട്. ഇനി ഇവിടെ നിന്ന് കഴിഞ്ഞാൽ അടി മേടിച്ച് കൂട്ടുമെന്ന് അറിയുന്നതോടുകൂടിയാണ് ഇവർ തിരിച്ചു പോകുന്നത്. ഒരിക്കലും നോൺ വയലൻസ് കൊണ്ട് മാത്രമല്ല ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത്. അടിച്ചാൽ തിരിച്ചടി കിട്ടുമെന്നുള്ള ചിന്തയും കൂടെ വന്നപ്പോഴാണ് ബ്രിട്ടീഷുകാർ ഇറങ്ങി നമ്മുടെ ഇവിടെ നിന്ന് പോകുന്നത്. നല്ല രീതിയിൽ അടി കിട്ടിക്കഴിഞ്ഞിട്ട് തന്നെയാണ് ഇവർ പോകുന്നത്. അതും ഒരു കാരണമാണ്. ഹിസ്റ്ററി അല്ലെങ്കിൽ സ്വാതന്ത്ര്യം കിട്ടുന്നത് അങ്ങനെയാണ്. പക്ഷേ ഇത് നമുക്ക് പ്രോപ്പറായിട്ട് പലയിടത്തും പഠിപ്പിക്കുന്നില്ല. ഇത് മനഃപൂർവ്വം മറന്നതാണോ അല്ലെങ്കിൽ മനസ്സിലായോ, വില്ലിംഗ്ലി ഓർ നോട്ട് വില്ലിംഗ്ലി, അറിഞ്ഞുകൊണ്ടോ അറിയാതെയോ അല്ലെങ്കിൽ മനസ്സിലായോ, ചിലപ്പം അങ്ങനെ സംതിങ് ലൈക്ക് ദാറ്റ്, മനസ്സിലാകുന്നുണ്ടോ? പക്ഷേ ഇതാണ് ഇന്ത്യയുടെ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതായിട്ട് ബന്ധപ്പെട്ട യഥാർത്ഥ ഒരു ചരിത്രം ഞാൻ വിശ്വസിക്കുന്നത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ഇതിലെതിരഭിപ്രായം ഉണ്ടെങ്കിൽ പറയാം. ഇത്രയാണ് നമുക്ക് സുഭാഷ് ചന്ദ്രബോസുമായിട്ട് ബന്ധപ്പെട്ട് വളരെ ചെറുതായിട്ട് ബ്രീഫായിട്ട് പറയാനുള്ളത്. അപ്പോൾ ആരെങ്കിലുമൊക്കെങ്കിലും എന്തെങ്കിലും ഇതിൽ അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പോസിറ്റീവ്സും നെഗറ്റീവ്സൊക്കെ പറയാം കേട്ടോ. അതുപോലെ തന്നെ ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യണം. താങ്ക് യു.